Okay, theorem 8.3. U of n as an external direct product. U of n എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പം അതിനെ ഒരു എക്സ്റ്റേണൽ ഡയറക്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ തിയറം 8.3 പറയുന്നത്. Suppose S and T are relatively prime, then U of ST is isomorphic to the external direct product of U of S and U of T. In short, U of ST is isomorphic to U of S direct sum U of T. Moreover, US of ST is isomorphic to U of T and UT of ST is isomorphic to U of S. നിങ്ങളുടെ ബുക്ക് ഉണ്ടാവുമല്ലോ, യു ഓഫ് എന്നിനകത്ത് വരുന്ന എലമെന്റ്സ് എങ്ങനെയുള്ള എലമെന്റ്സ് ആണ്? യു ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് യൂണിറ്റ്സ് മോഡുലോ n ആണ്. അതിൽ വരുന്ന ആൾക്കാർ എന്താ? എങ്ങനെയുള്ള ആൾക്കാരാണ് അത് വരുന്നത്? അതല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചേ? യു ഓഫ് എന്നിൽ വരുന്ന ആൾക്കാർ കഴിഞ്ഞ ക്ലാസ് പഠിക്കുന്നതല്ല, ഇത് ഡിഗ്രിക്ക് നമ്മൾ പഠിക്കുന്നതാണ്. നമ്പേഴ്സ് ലെസ് ദാൻ n ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു n ആണ് നമ്മുടെ യു ഓഫ് എന്നിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോ എസ് ഉം ടിയും റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ യു ഓഫ് എസ് ടി ഈസ് ഐസോമോർഫിക് ടു യു ഓഫ് എസ് ഡയറക്റ്റ് യു ഓഫ് ടി ആയിരിക്കും. അതേപോലെ യു എസ് ഓഫ് എസ് ടി ഐസോമോർഫിക് ടു യു ഓഫ് ടി ആണ്. യു ടി ഓഫ് എസ് ടി ഐസോമോർഫിക് ടു യു ഓഫ് എസ് ആണ്. യു കെ ഓഫ് n അത് പഠിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെഫിനിഷൻ പഠിച്ചാണ്. യു സഫിക്സ് കെ ഓഫ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ set of all x belongs to u of n such that x mod k equal to 1. Okay, അതായിരുന്നു നമ്മുടെ യു കെ ഓഫ് n എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഐസോമോർഫിസം നമുക്ക് പ്രൂവ് ചെയ്യണം. യു ഓഫ് എസ് ടി ഐസോമോർഫിക് ടു യു ഓഫ് എസ് ഡയറക്റ്റ് സം യു ഓഫ് ടി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മാപ്പ് ഡിഫൈൻ ചെയ്യണം. ഫൈ എന്ന് പറയുന്ന ഒരു മാപ്പ് ഡിഫൈൻ ചെയ്യും. ഫൈ ഫ്രം യു ഓഫ് എസ് ടു യു ഓഫ് എസ് ഡയറക്റ്റ് സം യു ഓഫ് ടി by phi of x equal to x mod s, x mod t. Okay, x എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്നതാണ്, u of s t ക്കകത്ത് നടക്കുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x less than st ആണ്. അതേപോലെ x is relatively prime to st ആണ്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? ഇവിടുത്തെ എലമെന്റ് ആണല്ലോ, ഇവിടുത്തെ എലമെന്റ് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. x mod s, y mod t എന്ന് പറയുന്ന എലമെന്റ് ആയിട്ടാണ് നമ്മൾ ഇമേജിനെ എടുത്തിരിക്കുന്നത്. x mod s, x mod t. പിന്നെ phi is operation preserving എന്നാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്. phi is operation preserving. ഓക്കെ, അപ്പൊ phi is operation preserving എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? phi of xy is equal to phi of x into phi of y എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതാണ് ഓപ്പറേഷൻ preserving എന്ന് പറയുന്നത്. phi of xy is equal to, by definition അത് കിട്ടും, xy mod s, xy mod t എന്ന് കിട്ടും. ഈക്വൽ ടു നമുക്ക് അതിനെ x mod s, x mod t into whatever x mod s, x mod t into whatever y mod s, y mod t എന്ന് കിട്ടും. ഈക്വൽ ടു phi of x into phi of y. അപ്പൊ അത് ഓപ്പറേഷൻ പ്രിസർവിംഗ് ആണെന്ന് നമ്മൾ കിട്ടി. ബാക്കി ഒന്ന് എടുത്തോട്ടെ. അപ്പൊ നിങ്ങൾ ബാക്കിയായിട്ട് കാണുന്നുണ്ടോ? ബാക്കി കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് phi is 1 നമുക്ക് ഐസോമോർഫിസം ആണെന്നാണ് കാണിക്കുന്നത്. അപ്പൊ അടുത്തായിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് phi is 1 എന്നുള്ളതാണ് പ്രൂവ് ചെയ്യുന്നത്. Let phi of x is equal to phi of y. സാധാരണ എപ്പോഴും നമ്മൾ 1 പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് അത് തന്നെ ഇവിടെ ചെയ്യുന്നു. Implies x mod s, whatever x mod s, x mod t equal to y mod s, y mod t. ഇനി ഇത് നമുക്ക്
മോഡുലാറാണ്, രണ്ടിനെ ഇക്വേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, കമ്പോണന്റ് വൈസ് ആണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എക്സ് മോഡസ് ഈക്വൽ ടു വൈ മോഡസ് എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ എക്സ് മോഡ് ടി ഈക്വൽ ടു വൈ മോഡ് ടി എന്ന് പറയാം. ഇംപ്ലൈസ് ഇനി എക്സ് മോഡസ് ഈക്വൽ ടു വൈ മോഡസ് ആണെങ്കിൽ അതെന്താണ്, എക്സ് കോൺഗ്രുവന്റ് ടു വൈ മോഡ് എസ് അല്ലേ. എക്സ് മോഡസ് ഈക്വൽ ടു വൈ മോഡസ് എന്ന് പറഞ്ഞാൽ എക്സ് കോൺഗ്രുവന്റ് ടു വൈ മോഡ് എസ് എന്നാണ്. അതേപോലെ തന്നെ എക്സ് മോഡ് ടി ഈക്വൽ ടു വൈ മോഡ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് കോൺഗ്രുവന്റ് ടു വൈ മോഡ് ടി എന്നാണ്. ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ. അപ്പൊ എക്സ് കോൺഗ്രുവന്റ് ടു വൈ മോഡ് എസും എക്സ് കോൺഗ്രുവന്റ് ടു വൈ മോഡ് ടിയും ആണെങ്കിൽ നമ്മൾ അതിനെ എക്സ് ഈക്വൽ ടു വൈ മോഡ് എസ് ടി ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. നമ്മൾ എക്സും വൈയും നമ്മൾ എവിടെ നിന്നായിരുന്നു എടുത്തത്, യു ഓഫ് എസ് ടിയിലെ രണ്ട് എലമെന്റ്സ് ആയിരുന്നല്ലോ അല്ലെ. ആണ്, യു ഓഫ് എസ് ടിയിലെ രണ്ട് എലമെന്റ്സ് ആയിരുന്നു നമ്മുടെ എക്സും വൈയും. ഇപ്പൊ നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ കിട്ടിയിരിക്കുന്നത് എക്സ് കോൺഗ്രുവന്റ് ടു വൈ മോഡ് എസ് എന്നും എക്സ് കോൺഗ്രുവന്റ് ടു വൈ മോഡ് ടി എന്നുമാണ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോ എക്സ് കോൺഗ്രുവന്റ് ടു വൈ മോഡ് എസ് ടിയും ആവും. അതെങ്ങനെയാ, എക്സ് കോൺഗ്രുവന്റ് ടു വൈ മോഡ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മോൾ ലെറ്റർ എസ് ആരെ ഡിവൈഡ് ചെയ്യും, എക്സ് മൈനസ് വൈനെ ഡിവൈഡ് ചെയ്യും. അതേപോലെ തന്നെ എക്സ് കോൺഗ്രുവന്റ് ടു വൈ മോഡ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി എക്സ് മൈനസ് വൈനെ ഡിവൈഡ് ചെയ്യും. അപ്പൊ എസും ടിയും ഇൻഡിവിജ്വൽ ആയിട്ട് പ്രത്യേകമായിട്ട് എക്സ് മൈനസ് വൈനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എസും ടിയും റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് ഇതിന്റെ പ്രോഡക്റ്റ് വരെ ഡിവൈഡ് ചെയ്യും, എക്സ് മൈനസ് വൈനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ ഇതിനു മുമ്പുള്ള ചാപ്റ്ററുകളിൽ പഠിക്കുന്നതാണ്. ചാപ്റ്റർ 0 നിങ്ങളുടെ, അത് ഞാൻ പറയാൻ വിട്ടു, നിങ്ങളുടെ ചാപ്റ്റർ 8ലാണ് നമ്മൾ മൊഡ്യൂൾ 1 തുടങ്ങുന്നത്. പക്ഷെ അതിനു മുമ്പുള്ള ചാപ്റ്ററുകൾ എല്ലാം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് പഠിക്കാൻ കഴിയത്തുള്ളൂ. ഇതിനു മുമ്പുള്ള സിലബസിൽ നിങ്ങൾക്ക് യൂണിറ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 7 ചാപ്റ്ററും അതിനകത്ത് പഠിക്കണമായിരുന്നു. പക്ഷെ ഇപ്പൊ അതെല്ലാം എടുത്തു കളഞ്ഞിട്ട് നമ്മൾ ചാപ്റ്റർ 8ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. എന്നാലും നമുക്ക് അതിനു മുമ്പുള്ള എല്ലാം വായിക്കേണ്ടിയിരിക്കുന്നു. ചാപ്റ്റർ 0 പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സ് കോൺഗ്രുവന്റ് ടു വൈ മോഡ് എസ് ആൻഡ് എക്സ് കോൺഗ്രുവന്റ് ടു വൈ മോഡ് ടി എങ്കിൽ നമുക്ക് എക്സ് കോൺഗ്രുവന്റ് ടു വൈ മോഡ് എസ് ടി എന്ന് പറയാം. അപ്പൊ എക്സ് ഈക്വൽ ടു വൈ മോഡ് എസ് ടി ആവും. അപ്പോ നമുക്ക് 1 പ്രോപ്പർട്ടി അങ്ങനെ പ്രൂവ് ചെയ്തു. അടുത്തത് ഫൈ ഈസ് ഓൺ ടു എന്നുള്ളതാണ് അടുത്ത പ്രോപ്പർട്ടി. ഫോർ എനി ഇപ്പം ഓൺ ടു ആവാൻ വേണ്ടിയിട്ട് നമ്മൾ യു ഓഫ് എസ് ഡയറക്ട്സും യു ഓഫ് ടിനകത്തുനിന്ന് ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രീ ഇമേജ് ഉണ്ടാവണം. അപ്പൊ ഇതിനകത്തുള്ള ഒരു എലമെന്റ് ഇങ്ങനെയാണ്, അതിന്റെ ഒരു ജനറൽ ഫോം ഇങ്ങനെയാണ്, എക്സ് മോഡസ് എക്സ് മോഡ് ടി ഫോമിലുള്ള ഒരു എലമെന്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. വി ഗെറ്റ്, അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എക്സ് belongs to u of s t എടുക്കാം, such that phi of x is equal to x mod s, x mod t. Clearly phi എന്താവും, ഓൺ ടു ആവും. അടുത്തത് phi is an isomorphism. അതാണ് അടുത്തത്. സോറി അടുത്തല്ല, നമ്മളിപ്പോ ഓപ്പറേഷൻ പ്രിസർവിംഗ് 1 കൊണ്ടും പ്രൂവ് ചെയ്തു. therefore phi is an isomorphism. ഓക്കെ, അതിന്റെ താഴെയുള്ളത് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ വേറെ 1-2 കാര്യങ്ങളൂടെ ഉണ്ടായിരുന്നു. യു എസ് ഓഫ് എസ് ടി ഐസോമോർഫിക് ടു യു ഓഫ് ടിയും അതേപോലെ യു ടി ഓഫ് എസ് ടി ഐസോമോർഫിക് ടു യു ഓഫ് എസും. അപ്പൊ അതിനകത്തില് 2 പ്രൂഫ് സിമിലർ ആയതുകൊണ്ട് നമ്മൾ ഒരെണ്ണത്തിന്റെ മാത്രം പ്രൂഫാണ് പഠിക്കുന്നത്. യു എസ് ഓഫ് എസ് ടി ഐസോമോർഫിക് ടു യു ഓഫ് ടിയുടെ മാത്രം നമുക്ക് പഠിച്ചാൽ മതി. അപ്പം ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫൈൻ ഫൈ ഫ്രം യു എസ് ഓഫ് എസ് ടി ടു യു ഓഫ് ടി ഗിവൺ ബൈ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മോഡ് ടി. ഈ ഓപ്പറേഷൻ ഒക്കെ നമുക്ക് ടെക്സ്റ്റിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ വെച്ച് അതിന് പ്രൂവ് ചെയ്തോളാം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്തിരിക്കുന്നത്. പക്ഷെ ഈ പ്രൂഫ് ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, നമ്മളോട് തനിയെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മോഡ് ടി. അപ്പം ആദ്യം നമ്മൾ എന്താണ് കാണിക്കേണ്ടത്, ഫൈ ഈസ് ഓപ്പറേഷൻ പ്രിസർവിംഗ് എന്നാണ് ആദ്യം നമ്മൾ കാണിക്കേണ്ടത്. അപ്പൊ ലെറ്റ് എക്സ് കോമ വൈ ബിലോങ്സ് ടു യു എസ് ഓഫ് st, then
ബാക്കി എടുത്തോട്ടെ. ഓക്കെ, കാണാലോ. ഇപ്പോ ഫൈസ് ഓപ്പറേഷൻ പ്രിസർവിങ്. ഇപ്പോൾ ഓപ്പറേഷൻ പ്രിസർവിങ് ആവാൻ വേണ്ടി നമ്മൾ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് എലമെന്റ്സ് എക്സും വൈയും ബിലോങ്സ് ടു യു എസ് ഓഫ് എസ് ടി എടുക്കുന്നു. ദെൻ ഫൈ ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ബൈ ഡെഫിനിഷൻ എക്സ് വൈ മോഡ് ടി ആണ്. കാരണം ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മോഡ് ടി എന്നായിരുന്നു നമ്മൾ നമ്മുടെ ഇവിടുത്തെ ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തത്. നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ ഓഫ് എക്സ് ഈക്വൽ എക്സ് മോഡ് ടി ആണ്. ഇവിടെ ഫൈ ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് വൈ മോഡ് ടി ഈക്വൽ ടു നമുക്ക് ഈ മോഡിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് എക്സ് മോഡ് ടി ഇൻറ്റു വൈ മോഡ് ടി എന്ന് എഴുതാം. ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് വൈ. ഇനി അടുത്തതായിട്ട് ഫൈ ഈസ് 1 1 1 to 1. അതിന് വേണ്ടിയിട്ട് ലെറ്റ് എക്സ് കോമ വൈ ബിലോങ്സ് ടു യു എസ് ഓഫ് എസ് ടി സച്ച് ദാറ്റ് ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് വൈ. ഓക്കെ, implies x mod t is equal to y mod t, implies t divides x minus y. x mod t equal to y mod t ആണെങ്കിൽ t divides x minus y നമുക്ക് പറയാമല്ലോ. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ഫൈ 1 1 ആണെന്ന് കാണിക്കണം. തൊട്ട് മുമ്പുള്ളതിന്റെ അത്ര അങ്ങോട്ട് ഈസി അല്ല ഇത്. ഇവിടെ ഫൈ 1 1 ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈ ഓഫ് x equal to ഫൈ ഓഫ് y എന്ന് എഴുതി. അപ്പോൾ x mod t equal to y mod t എന്ന് കിട്ടുന്നു. ഏറ്റവും ലാസ്റ്റ് നമുക്ക് എന്താ വരേണ്ടത്? എക്സും വൈയും ഈക്വൽ ആണെന്ന് കിട്ടണം. എക്സ് മോഡ് ടി ഈക്വൽ ടു വൈ മോഡ് ടി മാത്രമേ വന്നിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ, എക്സിനെ ഡിവൈഡ് ചെയ്യുന്നതും ടി കൊണ്ട് വൈനെ ഡിവൈഡ് ചെയ്യുമ്പോഴും ഉള്ള റിമൈൻഡർ രണ്ടും ഈക്വൽ ആണെന്ന് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, എക്സും വൈയും ഈക്വൽ ആണെന്ന് കിട്ടിയിട്ടില്ല. അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി എക്സും വൈയും യു എസ് ഓഫ് എസ് ടിക്കകത്തിലുള്ളതാണ്. അങ്ങനെ അവിടുന്നാണല്ലോ നമ്മൾ എടുത്തത്. യു എസ് ഓഫ് എസ് ടിക്കകത്തിലുള്ളതാണ്. ഇംപ്ലൈസ് എക്സ് കോമ വൈ ബിലോങ്സ് ടു യു ഓഫ് എസ് ടി സച്ച് ദാറ്റ് എക്സ് മോഡസ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് വൈ മോഡസ് ഇസ് ഈക്വൽ ടു 1. അതെങ്ങനെ കിട്ടുന്നത്? അതാണ് ഞാൻ ആദ്യമേ ഡെഫിനിഷൻ പറഞ്ഞത്. നമ്മുടെ യു കെ ഓഫ് എന്നിന്റെ ഡെഫിനിഷൻ യു കെ ഓഫ് എൻ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ഇവിടെ വന്നിരിക്കുന്നത് യു എസ് ഓഫ് എസ് ടി ആണ്. നമ്മൾ പഠിച്ച ഡെഫിനിഷൻ വെച്ച് യു എസ് ഓഫ് എസ് ടിയിൽ വരുന്ന ആൾക്കാരുടെ പ്രത്യേകത അവരെല്ലാവരും യു ഓഫ് എസ് ടിയിലുള്ളവരായിരിക്കും. സച്ച് ദാറ്റ് എക്സ് മോഡസ് ഇസ് ഈക്വൽ ടു 1 ഉം 1 ആവുന്ന ആൾക്കാരാണ്. അപ്പൊ എക്സും വൈയും നമ്മൾ യു എസ് ഓഫ് എസ് ടിക്കകത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത ആ ആൾക്കാര് യു ഓഫ് എസ് ടിയിലുള്ളതാണ് ഓൾറെഡി. സച്ച് ദാറ്റ് എക്സ് മോഡസ് ഇസ് ഈക്വൽ ടു 1 ഉം അതേപോലെ തന്നെ വൈ മോഡസ് ഇസ് ഈക്വൽ ടു 1 ഉം ആകുന്ന ആൾക്കാരാണ്. ഇനി നമുക്ക് കാണിക്കുന്നത് ടു പ്രൂവ് എക്സ് കോൺഗ്രന്റ് വൈ മോഡ് എസ് ടി എന്ന് കാണിച്ചാൽ മതി. ഇവിടെ ഇപ്പൊ എക്സ് കോൺഗ്രന്റ് വൈ മോഡ് എസ് ടി ആവുമ്പോൾ ഈ എക്സ് ഈക്വൽ ടു വൈ ആവും. കാരണം എക്സും വൈയും യു ഓഫ് എസ് ടിയിലുള്ളവരായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ടി എന്ന് പറയുന്ന ഒരു നമ്പർ ആണല്ലോ, അതിനേക്കാളും ചെറു ആ നമ്പർ ഏതാണോ ആ നമ്പറിനേക്കാളും താഴെ നിൽക്കുന്നതും അതുമായിട്ട് റിലേറ്റീവ്ലി പ്രൈമായിട്ടുള്ള ആളുകളാണ് അതിനകത്ത് വരുന്നവര്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രന്റ് ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈക്വൽ ആണെന്ന് അർത്ഥം. കാരണം ഒരു നമ്പറിന്റെ ലീസ്റ്റ് റെസിഡ്യൂസിനകത്തിൽ അതുമായിട്ട് റിലേറ്റീവ്ലി പ്രൈമായിട്ടുള്ളവരാണ് നമുക്ക് ഈ യു ഓഫ് എസ് ടിക്കകത്ത് വരുന്നത്. ലീസ്റ്റ് റെസിഡ്യൂസ് എന്താണെന്നറിയത്തില്ലേ? ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ എൻ ഏതൊക്കെയാണ്? 0 1 അപ് ടു n-1 വരെയുള്ള ആൾക്കാരാണ് ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ എൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ ഈ യു ഓഫ് എസ് ടിക്കകത്ത് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലീസ്റ്റ് റെസിഡ്യൂസിനകത്ത് ഏതൊക്കെയാണോ നമ്മുടെ എസ് ടിയുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളവര് അവരാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ അത് ഒരിക്കലും ആ സെറ്റിൽ വരുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രുവന്റ് ആവത്തില്ല, എല്ലാവരും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രുവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെയിം ആണെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോ നമുക്കിവിടെ എക്സ് കോൺഗ്രുവന്റ് വൈ മോഡ് എസ് ടി എന്ന് കാണിച്ചാൽ നമുക്ക് എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടും. We know the following result from chapter 0.
ക്വസ്റ്റ്യൻ 9 ചാപ്റ്റർ 0 പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അത് പ്രൂഫിന്റെ നമ്മുടെ ടെക്സ്റ്റിലെ പ്രൂഫിന്റെ ആ ഒരു ഔട്ട്ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. ആ ഔട്ട്ലൈനകത്തില് പറഞ്ഞതാണ് ചാപ്റ്റർ 0 യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അത് അവിടെ ചാപ്റ്റർ 0 യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബാക്കി എടുക്കട്ടെ. ഓക്കെ, കാണാമല്ലോ. We know the following result from chapter 0, question 9. Let n be a fixed positive integer greater than 1 if a mod n equal to a dash and b mod n is equal to b dash, then a plus b mod n is equal to a dash plus b dash mod n. Okay. അത്രേ ഉള്ളൂ. ഇതിനിടയ്ക്കൊരു സെന്റൻസ് ഞാൻ ഓർക്കാതെ എഴുതിയതാണോ? വി ഹാവ് എക്സ് മോഡസ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് ഓക്കെ, അത് ആ ലൈൻ ഇല്ല കേട്ടോ. വി ഹാവ് എക്സ് മോഡസ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് അതിന് ഇപ്പൊ ഞാൻ നോട്ട് പ്രത്യേകം ഇട്ട് തരാം. അപ്പൊ അതിനകത്ത് മായിച്ചിട്ട് തരാവേ. അപ്പോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു റിസൾട്ട് മനസ്സിലാക്കുക. n എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് പോസിറ്റീവ് ഇന്റിജർ ഗ്രേറ്റർ ദാൻ 1. n 1 അല്ല. ഇനി a mod n is equal to a ഡാഷും b mod n is equal to b ഡാഷും ആണ്. അങ്ങനെയാണെങ്കിൽ a പ്ലസ് മോഡ് n ഈക്വൽ ടു a ഡാഷ് പ്ലസ് b ഡാഷ് മോഡ് n എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. ഇനി പ്രൂഫിലേക്ക് പോകാം. we know that a mod n is equal to b mod n if and only if n divides a minus b. അതും ചാപ്റ്റർ 0 ഒരു റിസൾട്ട് ആണ്. അത് ഞാൻ നേരിട്ട് അങ്ങ് എഴുതിയേക്കുക. a mod n equal to b mod n if and only if n divides a minus b എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് യൂസ് ചെയ്തിട്ട് ഇതങ്ങ് ചെയ്യാം. a mod n equal to b mod n if and only if n divides a minus b. Here we have to prove if a mod n equal to a dash and b mod n is equal to b dash, then a plus b mod n equal to a dash plus b dash mod n. നമുക്ക് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് ടു പ്രൂവ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? n ഡിവൈഡ്സ് a പ്ലസ് ബി മൈനസ് ഓഫ് a ഡാഷ് പ്ലസ് b ഡാഷ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. a പ്ലസ് ബി മോഡ് n ഈക്വൽ ടു a ഡാഷ് പ്ലസ് b ഡാഷ് മോഡ് n എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. a പ്ലസ് ബി കോൺഗ്രുവന്റ് ടു a ഡാഷ് പ്ലസ് b ഡാഷ് മോഡ് n എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അത് കോൺഗ്രുവന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി n ഡിവൈഡ്സ് അതിന്റെ ഡിഫറൻസ് എന്ന് കാണിക്കണം. n divides a plus b minus of a dash plus b dash. ഇത് കാണിച്ചാൽ മതി എന്നുള്ളത് എങ്ങനെ കിട്ടിയത്? അതാണ് അതിന്റെ തൊട്ട് മേളിൽ നമ്മൾ ആ റിസൾട്ട് ആയിട്ട് മാത്രം ഞാൻ എഴുതുന്നു എന്ന് പറഞ്ഞല്ലോ. a mod n equal to b mod n if and only if n divides a minus b. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് a plus b mod n equal to a dash plus b dash mod n എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് n divides a plus b minus of a dash plus b dash എന്ന് കാണിച്ചാൽ മതി. That is to prove n divides, റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ a minus a dash a plus b minus b dash എന്ന് എഴുതാം. നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ കാണിച്ചാൽ മതി. അപ്പൊ ഇത് ചെയ്യാൻ പോവാണ്. ഇനി a mod n equal to b mod n എന്ന് തന്നു കഴിഞ്ഞാൽ n divides a minus b എന്ന് നമുക്ക് പറയാം. കാരണം ആ ഒരു കണ്ടീഷൻ നമ്മൾ പ്രൂഫിന്റെ തുടക്കത്തിൽ എഴുതിയിട്ടുള്ള ആ ഒരു റിസൾട്ട് വെച്ചിട്ടാണ് അത് എഴുതുന്നത്. n divides a minus b. അടുത്തത് a dash mod n equal to b dash mod n. അതും നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. implies n divides a dash minus b dash. Therefore n divides, അപ്പൊ രണ്ടാണ്, n divides a minus b യും n divides a dash minus b dash ഉം
രണ്ടെണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ n ഡിവൈഡ്സ് അതിന്റെ ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് n ഡിവൈഡ്സ് a മൈനസ് ബി മൈനസ് ഓഫ് a ഡാഷ് മൈനസ് ബി ഡാഷ് ആണ്. a മൈനസ് a ഡാഷ് a പ്ലസ് ഓക്കെ അവിടെ ഇടയ്ക്ക് മൈനസ് ആണ് വരുന്നത്. ഈ n ഡിവൈഡ്സ് a മൈനസ് ബിയും n ഡിവൈഡ്സ് a ഡാഷ് മൈനസ് ബി ഡാഷും ആണെങ്കിൽ n അതിന്റെ ഡിഫറൻസിനെ ഡിവൈഡ് ചെയ്യും എന്നുള്ളതിന് നിങ്ങൾക്ക് സംശയമുണ്ടോ? n ഡിവൈഡ്സ് a മൈനസ് ബി ആണ്, n ഡിവൈഡ്സ് a ഡാഷ് മൈനസ് ബി ഡാഷും ആണ്. അങ്ങനെയാണെങ്കിൽ n അതിന്റെ ഡിഫറൻസിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതിന് സംശയമുണ്ടോ? എന്തായാലും ഞാനത് പറയാം. n ഡിവൈഡ്സ് a മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് n എന്നാണ്. അതേപോലെ തന്നെ n ഡിവൈഡ്സ് a ഡാഷ് മൈനസ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ a ഡാഷ് മൈനസ് ബി ഡാഷും ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് n ആണ്. അപ്പൊ രണ്ട് മൾട്ടിപ്പിൾ ഓഫ് n-കൾ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും നിങ്ങൾക്ക് യു വിൽ അഗൈൻ ഗെറ്റ് എ മൾട്ടിപ്പിൾ ഓഫ് n. അപ്പോൾ അവയുടെ ഡിഫറൻസും എന്ത് തന്നെ ആയിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് n ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് n കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. therefore n ഡിവൈഡ്സ് a minus b minus of a dash minus b dash implies n divides a minus a dash a plus b dash minus b എന്നാണ് നമുക്ക് കിട്ടുക. കാരണം അതിന്റെ ഉള്ളിലേ ഞാൻ എഴുതിയതിനകത്ത് രണ്ട് പ്ലസ് വന്നു ഇടയ്ക്ക്. a ഡാഷിന്റെ മുമ്പ് ഒരു പ്ലസ് വെറുതെ ഇട്ടു, ഇടയ്ക്ക് ഒരു പ്ലസ്, അവിടെ മൈനസ് ആ വരിക. ഇനി ആ മൈനസും പുറത്തുള്ള മൈനസും കൂടെ ചേരുമ്പോൾ ബി ഡാഷ് അങ്ങ് പോസിറ്റീവ് ആവും, പിന്നെ അതിന്റെ കൂടെ മൈനസ് ബിയും വരും. അപ്പൊ n ഡിവൈഡ്സ് a മൈനസ് a ഡാഷ് a പ്ലസ് b ഡാഷ് മൈനസ് b. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ therefore n ഡിവൈഡ്സ് a മൈനസ് a ഡാഷ് a പ്ലസ് b മൈനസ് b ഡാഷ് എന്ന് എഴുതി. അങ്ങനെ എഴുതിയാൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? n ഡിവൈഡ്സ് a മൈനസ് a ഡാഷ് പ്ലസ് b ഡാഷ് മൈനസ് b ആണ്. ഈ പ്രൂഫ് ഇപ്പൊ ഞാനിത് പെട്ടെന്ന് എഴുതിയ ഒരു പ്രൂഫാണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ദഹിക്കാതെ വരികയാണെങ്കിൽ ഞാനത് കൂടുതൽ ഒന്നുകൂടെ റെഫർ ചെയ്യാം. n ഡിവൈഡ്സ് a മൈനസ് a ഡാഷ് പ്ലസ് b ഡാഷ് മൈനസ് b ആണ്. അപ്പം a മൈനസ് a ഡാഷ് a പ്ലസ് b മൈനസ് b ഡാഷ് എന്ന് എഴുതിയാൽ കുഴപ്പമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം a മൈനസ് a ഡാഷ് പ്ലസ് മറ്റൊരു നമ്പറിനെ നമുക്ക് n കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. a മൈനസ് a ഡാഷിന്റെ കൂടെ നമുക്ക് മറ്റൊരു നമ്പറായ b ഡാഷ് മൈനസ് ബിയും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതേ നമ്പർ തന്നെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ, അതായത് a മൈനസ് a ഡാഷിനകത്തു നിന്നും ഈ b ഡാഷ് മൈനസ് ബി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ് ഈ എഴുതിയിരിക്കുന്ന a മൈനസ് a ഡാഷ് പ്ലസ് b മൈനസ് ബി ഡാഷ്. തിരിഞ്ഞു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോഴും നമുക്ക് അതൊരു മൾട്ടിപ്പിൾ ഓഫ് n ആയിരിക്കും കിട്ടുക. a മൈനസ് a ഡാഷ് പ്ലസ് എന്തോ മൾട്ടിപ്പിൾ ഓഫ് ആ സൈൻ മാറുന്നത് നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നു എന്നുള്ളത് നമുക്ക് വിഷയമല്ല. അതൊരു മൾട്ടിപ്പിൾ ഓഫ് എന്നോ ആണോ എന്നുള്ളത് മാത്രം മതി. ഇപ്പം ഇവിടെ കിട്ടുന്ന ആ മൾട്ടിപ്പിൾ ഓഫ് n ആയിരിക്കത്തില്ല ഈ രണ്ടാമത് കിട്ടുന്ന മൾട്ടിപ്പിൾ ഓഫ് n എന്ന് പറയുന്നത്. പക്ഷെ വിൽ ബി ഓൾസോ എ മൾട്ടിപ്പിൾ ഓഫ് n. അതെ അത് കുഴപ്പമില്ല. അത് എന്ത് കിട്ടുന്നു എന്നുള്ള പ്രശ്നമില്ല. ഇവിടെ കിട്ടുന്നത് ഒരു മൾട്ടിപ്പിൾ ഓഫ് n ആയിരിക്കും എന്നാണ് എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയത്. അങ്ങനെയാ. ഓക്കെ, ബാക്കി എടുക്കട്ടെ.
ഓക്കെ, അപ്പോ നമുക്കിവിടെ n divides, okay, അപ്പൊ നമുക്ക് അതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. n divides a minus a dash a plus b dash minus b എന്നെഴുതാം. Therefore n divides a minus a dash a plus b minus b dash implies n divides a plus b minus of a dash plus b dash. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയത് n divides a plus b minus of a dash plus b dash എന്നാണ് കിട്ടിയത്. implies a plus b congruent to a dash plus b dash mod n എന്ന് ലാസ്റ്റ് കിട്ടി. അപ്പൊ നമുക്ക് നമ്മളിവിടെ പ്രൂവ് ചെയ്തത് ഇതാണ്. a mod n ഒരു നമ്പർ ആണ്, a dash ആണ്. b mod n മറ്റൊരു നമ്പർ b dash ആണെങ്കിൽ a plus b mod n is equal to a dash plus b dash mod n എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഇനി നമ്മളിവിടെ നമ്മുടെ റിസൾട്ടിനകത്ത് ഉപയോഗിക്കും. നെക്സ്റ്റ് വി ചെക്ക് a minus b congruent to a dash minus b dash mod n. അത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയത് ശരിയാവുന്നുണ്ടോ, പ്ലസിന് ട്രൂ ആണെങ്കിൽ മൈനസിന് ട്രൂ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയത്. അതാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ പ്രൂഫിനകത്ത് ഉപയോഗിക്കുന്നത്. a congruent to b mod n and a dash congruent to b dash mod n. Okay, implies a congruent to b mod n and minus a dash congruent to minus b dash mod n. വ്യത്യാസമൊന്നും വരത്തില്ല. എന്നെന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആണ്. നമ്മള് a dash congruent to b dash mod n ആണെങ്കിൽ ഈ രണ്ട് സൈഡിലും n-ആയിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഒരു നമ്പർ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അപ്പൊ a dash congruent to b dash mod n ആണെങ്കിൽ ഒരു k into a dash congruent to k into b dash mod n എന്ന് നമുക്ക് എഴുതാം. അപ്പം മൈനസ് എ ഡാഷ് കോൺഗ്രുവന്റ് മൈനസ് ബി ഡാഷ് mod n എന്ന് നമുക്ക് പറയാം. then ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചില്ലേ, നമുക്ക് ആഡ് ചെയ്യാന്ന് പഠിച്ചല്ലോ. അത് ഇവിടോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ a പ്ലസ് മൈനസ് എ ഡാഷ് കോൺഗ്രുവന്റ് ബി പ്ലസ് മൈനസ് ബി ഡാഷ് mod n എന്ന് പറയാം. ഇംപ്ലൈസ് a മൈനസ് എ ഡാഷ് കോൺഗ്രുവന്റ് ബി മൈനസ് ബി ഡാഷ് mod n എന്ന് കിട്ടും. അതായിരുന്നു നമുക്ക് വേണ്ട റിസൾട്ട്. അതാണ് using above result, we have x congruent to 1 mod s and y congruent to 1 mod s. ഇപ്പൊ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, US of ST യിൽ നിന്നും U of T യിലേക്ക് ഒരു മാപ്പ് ഡിഫൈൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോ ആ മാപ്പില് നമുക്ക് നമ്മൾ 1 അല്ലേ പ്രൂവ് ചെയ്തോണ്ടിരുന്നത് അല്ലേ? നമ്മൾ പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നത് 5 is 1 1 എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നത്. So എക്സും വൈ നമ്മൾ US of ST എടുത്ത് 5f(x) is equal to 5 of y ഇക്വേറ്റ് ചെയ്തപ്പോൾ x mod t equal to y mod t നമുക്ക് കിട്ടി. നമുക്ക് ഏറ്റവും ലാസ്റ്റ് കിട്ടേണ്ടത് x congruent y mod st എന്ന് കാണിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളത് x mod t equal to y mod t ആണ്. അതിൽ നമുക്ക് t divides x minus y എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ എസും കൂടെ ഡിവൈഡ്സ് എക്സ് മൈനസ് വൈ ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതാവും. ഓക്കെ, അപ്പൊ ഇവിടെ യൂസിങ് എബോവ് റിസൾട്ട് വി ഹാവ് എക്സ് കോൺഗ്രുവന്റ് ടു 1 മോഡ് എസും എക്സ് കോൺഗ്രുവന്റ് ടു 1 മോഡ് y കോൺഗ്രുവന്റ് 1 മോഡ് എസും ഉണ്ട്. അത് എങ്ങനെയാ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സും വൈയും എവിടെ നിന്ന് എടുക്കുന്നതാണ്, US of ST നിന്ന് എടുക്കുന്നതാണ്. അപ്പൊ US of ST ലുള്ള ആൾക്കാരുടെ പ്രത്യേകത എക്സ് കോൺഗ്രുവന്റ് ടു 1 മോഡ് എസ് ആ ഫോമിൽ വരുന്ന ആൾക്കാരാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ എക്സും അതിനകത്തുള്ളതായതുകൊണ്ട് എക്സ് കോൺഗ്രുവന്റ് ടു 1 മോഡ് എസ് എന്നും വൈ കോൺഗ്രുവന്റ് ടു 1 മോഡ് എസ് എന്നും നമുക്ക് പറയാം. ഇനി ഇതിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ഡിഫറൻസ് എടുക്കാവുന്നതാണല്ലോ. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത്, തൊട്ട് മുകളിൽ പഠിച്ച ഡിഫറൻസ് എടുക്കാന്നല്ലേ. then x minus y congruent to 1 minus 1 0 mod s എന്ന് കിട്ടും. that is small letter s divides x minus y. അപ്പൊ നമുക്ക് ഓൾറെഡി t divides x minus y ഉണ്ട്. ഇപ്പം s divides x minus y എന്നും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ s ഉം t യും റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് അതിന്റെ പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് ഈ x minus y നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പോൾ എസ് ടി കൊണ്ട് നമുക്ക് എക്സ് മൈനസ് വൈനെ ഡിവൈഡ് ചെയ്യാമെന്ന് കിട്ടും. Okay, already we know that t divides x minus y. Since s and t are relatively prime, s into t divides x minus y implies x congruent to y mod st. അപ്പോൾ ഈ x congruent to y mod st ആയി s ന്റെയും ഓൾറെഡി എവിടെ ഉള്ളവരാ u of st ലുള്ള രണ്ട് ആൾക്കാര്, അത് രണ്ടും st നേക്കാളും ചെറുതും st അത് st നേക്കാളും ചെറുതും st യുമായിട്ട് റിലേറ്റീവ്ലി പ്രൈമുമാണ്. അങ്ങനെയുള്ള ആൾക്കാര് രണ്ടും കോൺഗ്രുവന്റ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും ഈക്വൽ ആയേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് x ഈക്വൽ ടു y എന്ന് പറയാം. ഇപ്പൊ 1 അവിടെ പ്രൂവ് ആയിട്ടുണ്ട്. ഇനി അപ്പൊ അത് ഇനി ഓൺ ടു നമ്മള് 1 അതിന് മുമ്പ് ഓൺ ടു പ്രൂവ് ചെയ്തോ, 1 പ്രൂവ് ചെയ്തു, ഓപ്പറേഷൻ പ്രിസർവിംഗ് പ്രൂവ് ചെയ്തു. ഓൺ ടു നമ്മൾ പ്രൂവ് ചെയ്തില്ല. ഓൺ ടു ക്ലിയർ ആണ്, പ്രത്യേകിച്ചൊന്നും ഉണ്ട് ഓൺ ടു എന്ന് പറയുന്നത്. ഞാനത് നോട്ട് എഴുതുമ്പോൾ, നോട്ട് അയച്ചു തരുമ്പോൾ അതിനകത്തുള്ളത് ഉൾപ്പെടുത്താം. ഓൺ ടു എപ്പോഴും നമ്മൾ എന്താ പറയുക, റൈറ്റ് സൈഡിലുള്ള എന്താണ് യു ഓഫ് ടിക്കകത്തുനിന്ന് ഒരെണ്ണം എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരെണ്ണം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഓപ്പറേഷൻ പ്രിസർവിങ് 1 ഓൺ ടു കൂടെ ആവുമ്പോൾ ഇതെന്താവും, ഐസോമോർഫിസം ആവും. അടുത്തത് ഇതേപോലെ തന്നെയാണ് നമുക്ക് യു ടി ഓഫ് എസ് ടി ഐസോമോർഫിക് ടു യു ഓഫ് എസ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് നോട്ട് ഇട്ട് തന്നു കഴിഞ്ഞിട്ട് നിങ്ങളൊരു അസൈൻമെന്റ് ആയിട്ട് എഴുതി വെക്കുക. യു ടി ഓഫ് എസ് ടി ഐസോമോർഫിക് ടു യു ഓഫ് എസ്, ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള പ്രൂഫ് തന്നെയാണ്. ഓക്കെ, അടുത്ത ഒരു കൊറോളറി, നമ്മുടെ ഈ റിസൾട്ടിന്റെ കൊറോളറി ആണ്. കുറച്ചുകൂടി ജനറലൈസ് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് ആണ്. ലെറ്റ് m ഈസ് ഈക്വൽ ടു n1 n2 എക്സെട്ര nk where gcd of na, nj is equal to 1 for I not equal to j. Then u of m is isomorphic to u of n1 direction, u of n2 direction, etc. direction u of nk. അപ്പം സ്മോൾ ലെറ്റർ m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് k integers ആണ്. n1 n2 etc. nk where gcd of na, nj is equal to 1 ആണ് for I not equal to j. അങ്ങനെയാണെങ്കിൽ u of m ഐസോമോർഫിക് ടു u of n1 ഡയറക്ഷൻ, u of n2 ഡയറക്ഷൻ, എക്സെട്ര ഡയറക്ഷൻ u of k എന്നാണ്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ്. തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ചത് എസും ടിയും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ u of st ഈസ് ഐസോമോർഫിക് ടു u of x ഡയറക്ഷൻ u of t ആണല്ലോ. ആ റിസൾട്ടിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഇവിടെ k എണ്ണം വരുന്നുണ്ട്, അവിടെ 2 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഇവിടെ എന്താണ്, നമുക്കിത് ഇൻഡക്ഷൻ വെച്ച് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാൻ കഴിയും. ഇൻഡക്ഷന്റെ ആദ്യത്തെ 2 എണ്ണം ഉള്ളതിന്റെ പ്രൂഫാണ് നമ്മളിപ്പോ പഠിച്ചത്. അപ്പൊ നമ്മൾ എന്ത് അസ്യൂം ചെയ്യും, കെയിൽ താഴെ എണ്ണമായിട്ട് നമ്മൾ ഇതിനെ എടുത്തു കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ട്രൂ ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, n1 n2 etc. nk-1 വരെ ഉള്ളതിനെ ഒറ്റ പ്രോഡക്റ്റ് ആയിട്ട് എടുക്കുക, അതിനൊരു നമ്പർ കൊടുക്കുക, എന്നിട്ട് ഇൻറ്റു nk. അപ്പൊ അവിടെ എത്ര എണ്ണം ഉണ്ട്, 2 എണ്ണം ഉണ്ട് അല്ലെ. എന്താ ചെയ്തത്, നമുക്ക് 2 എണ്ണത്തിന്റെ, അതായത് യു ഓഫ് എസ് ടിക്ക് അതിൽ എസും ടിയും 2 നമ്പേഴ്സ് വരുമ്പോൾ ഉള്ളതിന്റെ പ്രൂഫ് നമ്മൾ ഓൾറെഡി ഇപ്പൊ പഠിച്ചു. ഇപ്പൊ ഇവിടെ k ഫാക്ടേഴ്സ് വരുമ്പോൾ ഉള്ളതിന്റെ പ്രൂഫാണ്. അപ്പൊ അതിന്റെ പ്രൂഫ് ടെക്സ്റ്റിൽ ഇല്ലായിരുന്നു, ഇപ്പൊ ഞാൻ എഴുതിയിട്ടില്ല, അപ്പൊ ഔട്ട്ലൈൻ ആണ് പറയുന്നത്. നമുക്ക് ഇൻഡക്ഷൻ വെച്ചിട്ട് അത് ചെയ്യാം. അപ്പൊ ഏറ്റവും ചെറുത് 2 ഫാക്ടേഴ്സ് വരുമ്പോൾ ഉള്ളതാണല്ലോ. 2 ഫാക്ടേഴ്സ് വരുമ്പോൾ ഉള്ളതിന്റെ നമ്മൾ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ k is equal to 2 ഉള്ളതിന്റെ പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മൾ അസ്യൂം ചെയ്യാണ് കെയിൽ താഴെ എണ്ണ ഫാക്ടേഴ്സ് വരുമ്പോൾ ഉള്ള എല്ലാം ഈ റിസൾട്ട് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ k വരുമ്പോൾ ഉള്ളതിന്റെ റിസൾട്ട് ആണ് നമുക്ക് നോക്കേണ്ടത്.
അതിന് വേണ്ടിയിട്ട് ഈ n1 n2 എക്സെട്ര nk-1 വരെയുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനൊരു നമ്പർ അങ്ങ് അസൈൻ ചെയ്ത് കൊടുക്കുക. ആ നമ്പർ ഇൻറ്റു nk. അങ്ങനെ ആയല്ലോ. ഇനി nk എന്ന് പറയുന്നതും ബാക്കിയുള്ള എല്ലാമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ nk-1 പ്രോഡക്റ്റ് ചെയ്ത് കിട്ടുന്നതും ഈ nk-യുമായിട്ടും റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പൊ അതിനെന്ത് ചെയ്യാം, ഈ റിസൾട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഈ ആദ്യത്തെ k-1 അതിനകത്ത് k-1 എണ്ണമേ ഉള്ളൂ, അതിനും റിസൾട്ട് കൊടുക്കുന്നു. ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ u of n1 ഡയറക്ട്സം, u of n2 ഡയറക്ട്സം, എക്സെട്ര ഡയറക്ട്സം, u of nk എന്ന് കിട്ടും. ഓക്കെ, ഇത് നമ്മള് ഒരുപാടടുത്ത് യൂസ് ചെയ്യുന്ന ഒരു കൊറോളറിയാണിത്. പ്രോബ്ലംസ് ചെയ്യാനായിട്ട് u of n അതിന്റെ കാർഡിനാലിറ്റി ഒക്കെ കണ്ടുപിടിക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റിസൾട്ടാണ്. അപ്പൊ അത് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് കാണുന്നുണ്ടോ? എക്സാമ്പിൾസ്: u of 105. u of 105 is isomorphic to u of 7 directsum, u of 50. അപ്പൊ പല രീതിയിൽ നമുക്ക് ഇതിനെ എക്സ്റ്റേണൽ ഡയറക്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ഇവിടെ. ഈ 105നെ പല രീതിയിൽ ഫാക്ടറൈസ് ചെയ്യാമല്ലോ നമുക്ക്. അതിന്റെ ഫാക്ടേഴ്സ് 7 ഉം 15ഉം 7 × 15 എന്ന് എഴുതാം, പിന്നെ 21 × 5 എന്ന് എഴുതാം, പിന്നെ 3 × 5 × 7 എന്ന് എഴുതാം. അതെല്ലാം നമുക്ക് എഴുതാം. അപ്പൊ ഇതിനകത്ത് 105നെ 7 × 15 എന്ന് എഴുതി കഴിഞ്ഞാൽ 7 ഉം 15, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ, റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സിനെ മാത്രമേ നമുക്ക് ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ 105ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതുമ്പോൾ 7 ഉം 15ഉം റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അത് ഐസോമോർഫിക് ടു u of 7 ഡയറക്ട്സം, u of 15 എന്ന് എഴുതാം. ഇനി മറ്റൊരു ഫാക്ടറൈസേഷൻ ആണ് 21 ഉം 5ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പൊ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എത്ര എണ്ണം വന്നാലും നമുക്ക് എഴുതാവുന്ന കൊറോളറി നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ 3 × 5 × 7 എന്ന് എഴുതിയാലും നമുക്ക് റിസൾട്ട് ട്രൂ ആണ്. അപ്പൊ u of 3 ഡയറക്ട്സം, u of 5 ഡയറക്ട്സം, u of 7 എന്ന് എഴുതാം. ഇനി u of 7 ഐസോമോർഫിക് ടു u15 of 105. അപ്പൊ ഇതെങ്ങനെയാണെന്നറിയോ? ഇത് നമ്മള് ഇപ്പം us of st ഐസോമോർഫിക് ടു u of t എന്ന് പഠിച്ചില്ലേ, അതാണത്. അപ്പൊ ന്റെ സ്ഥാനത്ത് 15ഉം ടിയുടെ സ്ഥാനത്ത് 7ഉം ആണ്. അപ്പൊ us of st 105 ആണ്. അത് ഐസോമോർഫിക് ടു u of t എന്ന് പറയുന്നത് 7. u7 തിരിച്ചെഴുതിയേക്കും. u7 ഐസോമോർഫിക് ടു u15 of 105 ഈക്വൽ ടു, അതിനകത്ത് വരുന്ന ആൾക്കാരാണ് എഴുതിയിരിക്കുന്നത് 1, 16, 31, 46, 61, 76. ഇതേപോലെ u15 ഐസോമോർഫിക് u7 of 105 എങ്ങനെയാ എഴുതുന്നറിയോ? നമ്മുടെ us of, അപ്പൊ ut of st ഐസോമോർഫിക് ടു u of s ആണ്. ഓക്കെ, നമ്മുടെ t7 ആണ്, s എന്ന് പറയുന്ന 15 ആണ്. അപ്പൊ നമുക്ക് u15 ഐസോമോർഫിക് ടു u7 of 105 എന്ന് കിട്ടും. ഇനി അടുത്തത് u of 21 ഐസോമോർഫിക് ടു u5 of 105. അത് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. u5 of 105, ആ താഴെ ആ സഫിക്സ് ആയിട്ട് എഴുതിയേക്കുന്നത് ഒഴികെയുള്ള ഫാക്ടർ ആണ് ആ ഐസോമോർഫിക് ടു u of അതിന്റെ ഉള്ളിൽ എഴുതേണ്ടത്. അപ്പൊ 5 പോയി കഴിഞ്ഞാൽ ബാക്കി 105 എത്ര ആണുള്ളത്? 21. അടുത്ത നോക്കിക്കേ, u of 5 ഐസോമോർഫിക് ടു u21. അപ്പൊ 21 പോയി കഴിഞ്ഞിട്ട് 105 ബാക്കിയുള്ള ഫാക്ടർ എത്രയാണ്? 5. അത് ഐസോമോർഫിക് ടു u of 5. u of 35 of 105 ഐസോമോർഫിക് ടു u of 3. 35 പോയിട്ട് 105 പിന്നെ ബാക്കിയുള്ളത് 3 ആണ്. ഓക്കെ, among all groups, the cyclic groups Z and have the simplest structures and at the same time are the easiest groups with which to compute. അപ്പൊ നമ്മള് എല്ലാ തരം ഗ്രൂപ്പുകളെയും പറ്റി പഠിക്കുമ്പോൾ സൈക്കിൾ ഗ്രൂപ്പ് Z ആണ് ഏറ്റവും സിംപ്ലസ്റ്റ് സ്ട്രക്ചർ ആണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം സിമ്പിൾ ആണ്. ഓക്കെ, ഈസിയസ്റ്റ് ആണ്. എല്ലാം അതിന്റെ ഓർഡർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്.
അതിനകത്തിലെ എലമെന്റ്സിന്റെ ഓർഡർ എല്ലാം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഡയറക്റ്റ് പ്രോഡക്ട്സ് ഓഫ് ദി ഗ്രൂപ്പ്സ് ഓഫ് ദി ഫോം Zn ആർ ഓൺലി സ്ലൈറ്റ്ലി മോർ കോംപ്ലിക്കേറ്റഡ് ഇൻ സ്ട്രക്ചർ ആൻഡ് കമ്പ്യൂട്ടബിലിറ്റി. അപ്പൊ നമ്മൾ ഒരു ഗ്രൂപ്പിനെ ഈ Zn-കളുടെ ഫാക്ടേഴ്സ് ഡയറക്റ്റ് സം ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ Zn-കൾ പ്രത്യേകമായിട്ട് നോക്കിക്കഴിയുമ്പോൾ എന്താണ് വളരെ എളുപ്പമാണെന്ന് പറഞ്ഞു. ഇനി അതിന്റെ ഡയറക്റ്റ് സം എടുത്തു കഴിഞ്ഞാലും ഇത്തിരിയും കൂടെ ഒരു കോംപ്ലിക്കേഷൻ വരുമെന്നേ ഉള്ളൂ, ഒരു കുറച്ച്. എന്നാലും അത് ഈസി തന്നെയാണ്. ബിക്കോസ് ഓഫ് ദിസ് algebraists try hard to describe a finite abelian Because of this, algebraists try hard to describe a finite abelian group as such a direct product. അപ്പൊ ഈ Zn-കളുടെ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് ഏതൊരു ഗ്രൂപ്പിനെയും Zn-കളുടെ ഡയറക്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള റിസർച്ചുകൾ പല രീതിയിൽ നമ്മുടെ മാത്തമാറ്റീഷ്യൻസ് ചെയ്തിട്ടുണ്ട്. Indeed, we shall soon see that every finite abelian group can be represented. അപ്പൊ കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾ പഠിക്കും ഏതൊരു ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പിനെയും Zn-കളുടെ എക്സ്റ്റേണൽ ഡയറക്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ കഴിയുമെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. With this goal in mind, let us re-examine the U groups. അപ്പൊ ഈ U ഗ്രൂപ്പുകളെ ഇനി നമ്മൾ ഈ Zn-കളുടെ എക്സ്റ്റേണൽ ഡയറക്റ്റ് പ്രോഡക്റ്റുകളായിട്ട് എഴുതുകയാണ്. യൂസിങ് കൊറോളറി ടു തിയറം 8.3 we get നമ്മുടെ തൊട്ട് മുമ്പ് പഠിച്ച കൊറോളറി കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് u of integers. ഒരു ഇന്റിജർ വരുന്നു, അതിനെ നമ്മൾ Zn-കളുടെ ഡയറക്റ്റ് പ്രോഡക്റ്റ് എഴുതുന്നു. u of 2 is isomorphic to set 0. u of 2-നകത്ത് ആര് മാത്രമേ ഉള്ളൂ? നമുക്ക് 1 മാത്രമേ ഉള്ളൂ u of 2-നകത്ത്. ഓക്കെ, അത് ഐസോമോർഫിക് നമുക്ക് സെറ്റ് 0 എന്ന് പറയാം. റൈറ്റ് സൈഡ് എഴുതിയിരിക്കുന്നത് വരുന്ന ഗ്രൂപ്പ് അവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്ന അഡിഷൻ ആയിരിക്കും. അപ്പം u of 2-നകത്ത് ഒറ്റ എലമെന്റ് ഉള്ളൂ, റൈറ്റ് സൈഡിലുള്ള 0-ലും ഒറ്റ എലമെന്റ് ഉള്ളൂ. u of 3 ഐസോമോർഫിക് സെറ്റ് 0 നമുക്ക് പറയാം. u of 4 is isomorphic to, നമുക്കിവിടെ u of 4-നെ 2² എന്ന് എഴുതാം. അപ്പൊ 2 into 2 എന്ന് എഴുതിയിട്ട് Z2 ഡയറക്ഷൻ Z2 നമുക്ക് എഴുതാൻ പറ്റത്തില്ല. കാരണം നമുക്ക് അങ്ങനെ റിലേറ്റീവ് പ്രൈം ആണെങ്കിൽ മാത്രമേ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ u of 4 ഐസോമോർഫിക് ടു Z2 ആണ്. u of 4-നകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? 2 എലമെന്റ്സേ ഉള്ളൂ. u of 4-നകത്ത് വരുന്ന എലമെന്റ്സ് 1 ഉം 3 ഉം ആണ്. Z2-നകത്ത് 2 എലമെന്റ്സ്. u of 2 raised to n ഐസോമോർഫിക് ടു Z2 ഡയറക്ഷൻ Z2 raised to n minus 1. 4 greater than or equal to 3. And u of p raised to n isomorphic to Z p raised to n minus p raised to n minus 1 for p and odd prime. Okay. ഇത്രയും റിസൾട്ട് നിങ്ങൾ കാണാൻ പഠിക്കേണ്ടതാണ്. u of 2 ഐസോമോർഫിക് ടു 0 കാണാൻ പഠിക്കുക വെച്ചാൽ അറിയണം, എപ്പോഴും അത് അത്രയെണ്ണം അറിഞ്ഞിരിക്കണം. u of 4 ഐസോമോർഫിക് ടു Z2. അപ്പൊ നമുക്ക് ഇതിനെ ഇതേപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് വരുമ്പോൾ ഫാക്ടറൈസ് ചെയ്തിട്ട് അതിനെ ഡയറക്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ അറിയണം. we now can write any u group as an external direct product of cyclic groups. For example, u of 105 equal to u of 3 into 5 into 7 isomorphic to 105-നെ ഇപ്പൊ ഒരെണ്ണത്തിന് നമുക്ക് ഇതേപോലെ എന്താണ് ഇങ്ങനെ എഴുതണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആ u of n ആ n-നെ ഫാക്ടറൈസ് ചെയ്യുന്നു. അപ്പൊ 105-നെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 into 5 into 7 കിട്ടും. അത് ഐസോമോർഫിക് ടു 3-ഉം 5-ഉം 7-ഉം റിലേറ്റീവ് പ്രൈം ആയതുകൊണ്ട് നമുക്ക് അതിനെ u of 3 ഡയറക്ഷൻ u of 5 ഡയറക്ഷൻ u of 7 എന്ന് എഴുതാം.
അത് ഐസോമോർഫിക് ടു. ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്? U(3) ഐസോമോർഫിക് ടു Z2 ആണ്. സോറി U(3) നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. U(p)n പറഞ്ഞില്ലേ, U(p)n ഐസോമോർഫിക് ടു Z(p)n മൈനസ് p(n-1) അത് വെച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. അപ്പം U(3)1 ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ Z(3)1 മൈനസ് 3(0) എന്ന് പറഞ്ഞാൽ Z(3)-1 അപ്പൊ Z2 വരും. ഓക്കെ, ആ പ്രൈമിന്റെ വെച്ചിട്ട് വേണം. ഇവിടെ ഏത് പ്രൈം വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഫോർമുല നമ്മൾ തന്നിട്ടുണ്ട്. അതിനകത്ത് നിന്നാണ് നമുക്ക് U(3)ക്ക് പകരമായിട്ട് നമ്മൾ Z2 കൊടുക്കുന്നത്. ഇതിന്റെ ഡയറക്ഷൻ U(5)ന്റെ ഇതേപോലെ തന്നെ U(5) ഐസോമോർഫിക് ടു Z(5)-1 മൈനസ് 5(0) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-1 നമുക്ക് 4 കിട്ടും. അടുത്തത് U(7) ഇതേപോലെ തന്നെ നമുക്ക് 6 ഉണ്ട്. ഓക്കെ, and U(720) is equal to 720 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 16 × 9 × 5 എന്ന് കിട്ടും. ഇത് ഐസോമോർഫിക് ടു നമുക്ക് U(16) ഡയറക്ഷൻ U(9) ഡയറക്ഷൻ U(5) എന്ന് എഴുതാം. അതെങ്ങനെ എഴുതുന്നത്? 16, 9, 5 അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റീവ് പ്രൈം ആണ്. അങ്ങനെയുള്ളതിനെ ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നമ്മൾ കൊറോളറിയിൽ പഠിച്ചു. ഐസോമോർഫിക് ടു. ഇനി 16 എങ്ങനെയാണെന്നറിയോ? U(2)4 അല്ലേ? 2/4. U(2)4ന്റെ ഫോർമുല കൊടുക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് Z2 ഡയറക്ഷൻ Z2⁴ മൈനസ് 2 എന്ന് പറഞ്ഞാൽ Z സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ Z2 ഡയറക്ഷൻ Z സ്ക്വയർ എന്ന് കിട്ടും. ഞാൻ ഈ പറയുന്ന എല്ലാ ഫോർമുല വെച്ചിട്ടാണ് Z2 ഡയറക്ഷൻ Z4. ഇനി അത് ഡയറക്ഷൻ U(9) നോക്കാം. U(9) എങ്ങനെ കിട്ടുന്നത്? 9 എന്ന് പറഞ്ഞാൽ 3² ആണ്. അപ്പം U(p)ന്റെ ഫോർമുല നോക്കണം. അതിനകത്ത് നിന്നാണ് Z6 എന്ന് കിട്ടുന്നത്. U(5)ന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ Z4 കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഏതൊരു നമ്പർ കിട്ടിയാലും നമുക്ക് അതിനെ ഇതേപോലെ തന്നെ Z ഡയറക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റും. Using this representation, we can easily compute the number of elements of a particular order. അപ്പൊ ഇങ്ങനെ എഴുതുന്നതുകൊണ്ടുള്ള ഗുണങ്ങളാണ് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഓർഡറുള്ള നമ്പേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും, പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇത് ആയതുകൊണ്ട് അതിനകത്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാം. And the number of elements in UN കണ്ടുപിടിക്കാൻ പറ്റും for a particular value of n. അപ്പൊ അത് നോക്കിയേ, നമ്മുടെ ഈ U(720) നിങ്ങൾക്ക് തന്നേക്കും. അപ്പൊ 720 നമുക്ക് എത്ര U(720) എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ജോലിയാണ്. കാരണം എങ്ങനെ കണ്ടുപിടിക്കുക? 720-നേക്കാളും ലെസ് ദാൻ ആയിട്ടുള്ളതും 720 റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ആൾക്കാരാണ് U(720)-കകത്ത് വരുന്നത്. ഓക്കെ, അത് നമ്മൾ കുത്തിയിരുന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ജോലിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ അതിനെ ഐസോമോർഫിക് ടു ഇതിന്റെ ഇങ്ങനെ Z ഡയറക്ഷൻ മാറ്റി എഴുതി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എലമെന്റ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഈ U(n)-നകത്തിലെ എലമെന്റ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ ഐസോമോർഫിക് ആയതുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഓർഡറിലുള്ള എത്ര എലമെന്റ് ഉണ്ടെന്ന് നോക്കിയാൽ അത് രണ്ടിടത്തും ഒരുപോലെ വരണം. അപ്പൊ അങ്ങനെയുള്ള ഉപയോഗങ്ങൾ ഇങ്ങനെയുള്ള ഒരു റെപ്രസെന്റേഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, നോട്ട് ചെയ്യാനിട്ട് തരാം കേട്ടോ.